ഹലോ ഗൈസ്, 24/7 ടെക്കിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു നെറ്റ്വർക്ക് പാച്ച് കേബിൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നിർമ്മിക്കാൻ വേണ്ടതായ എല്ലാ ടൂൾസും എന്തെല്ലാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഒരു പാച്ച് കേബിൾ നിർമ്മിക്കാൻ വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. RJ45 കണക്ടർ, പിന്നെ നെറ്റ്വർക്ക് കാച്ച് കേബിൾ, ക്രിമ്പിംഗ് ടൂൾ. ഇത്രയും സാമഗ്രികളാണ് നമുക്ക് ഒരു പാച്ച് കേബിൾ നിർമ്മിക്കാൻ വേണ്ടതായി വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. RJ45ൻ്റെ പിൻ ഔട്ട് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ T568B എന്ന സ്റ്റാൻഡേർഡാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ലാൻഡ് ടെസ്റ്റിംഗ് ടൂളാണ്. നമ്മുടെ കേബിളിലെ പെയറുകളെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണിത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ നെറ്റ്വർക്ക് കേബിളിൻ്റെ സ്ലീവ് കളഞ്ഞെടുക്കുക എന്നതാണ്. ആ സ്ലീവ് കളഞ്ഞതിന് ശേഷം കണക്ടറിലേക്ക് കേബിൾ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഈ ക്രിമ്പിംഗ് ടൂൾ വെച്ച് ടെർമിനേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നെറ്റ്വർക്ക് കേബിളിൻ്റെ സ്ലീവ് കളയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനകത്തെ കേബിളുകൾ കട്ടാവാതെ ശ്രദ്ധിക്കുക എന്നുള്ളത്. അത് കട്ടായി കഴിഞ്ഞാൽ നമ്മളുടെ കണക്ഷൻ കറക്റ്റ് ആവില്ല. അത് കാരണം നമ്മുടെ കണക്ടിവിറ്റി തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ലീവ് കളയുമ്പോൾ അകത്തെ കേബിളുകൾ കട്ട് ചെയ്യാതെ പരമാവധി സൂക്ഷിക്കുക. കേബിളിൻ്റെ എല്ലാം സ്ലീവ് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യേണ്ടത് പിൻ ഔട്ട് ഡയഗ്രാം പോലെ ആ കളർ കോഡിംഗ് അനുസരിച്ച് നമ്മൾ കേബിൾ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അറേഞ്ച് ചെയ്തതിന് ശേഷം കേബിളെല്ലാം ഒരൊറ്റ ലൈനിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കണക്ടറിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പാച്ച് കേബിളിൻ്റെ രണ്ടെൻഡും ടെർമിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം ടൂൾ വെച്ചിട്ട്. നമ്മുടെ കേബിളിൻ്റെ പെയറുകളെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പാസ് എന്ന് പറഞ്ഞ് കിട്ടും. നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേബിൾ ക്രിമ്പ് ചെയ്തത് കറക്റ്റാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.